ഇതാണ് ഉത്തര കന്നഡയിലുള്ള കാർവാർ റെയിൽവേ സ്റ്റേഷൻ. ഇത് കൊങ്കൺ റെയിൽവേയുടെ കീഴിൽ വരുന്നതാണ്. ഉത്തര കന്നഡയിലെ കൊങ്കൺ റെയിൽവേയുടെ കീഴിലുള്ള ഒരു പ്രമുഖ റെയിൽവേ സ്റ്റേഷനാണ് കാർവാർ റെയിൽവേ സ്റ്റേഷൻ. ഇത് കൊങ്കൺ റെയിൽവേയുടെ കൊങ്കൺ റീജിയനിലെ കാർവാർ റീജിയൻ്റെ ഒരു ഹെഡ് ഓഫീസാണ് ഇത് കാർവാർ റെയിൽവേ സ്റ്റേഷൻ. ഇന്ന് രാവിലെ പുലർച്ചെ 12:30 കഴിഞ്ഞപ്പോൾ എത്തിയതാണ്. ഇവിടുത്തെ റിട്ടയറിംഗ് റൂമെടുത്ത് താമസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ റിട്ടയറിംഗ് റൂം പരിചയപ്പെടുത്താനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഏത് റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗ് താമസിച്ചാലും അവിടുത്തെ ഒരു വീഡിയോ എടുക്കാറുണ്ട്. ഈ കൊങ്കണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്ലാറ്റ്ഫോമൊക്കെ ഒരു നില പൊക്കത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറി ഒരു നിലയ്ക്ക് മേളിൽ പോയാലേ പ്ലാറ്റ്ഫോമിലെത്താൻ പറ്റും. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ജനറൽ ടിക്കറ്റ് കൗണ്ടർ, റിസർവേഷൻ ടിക്കറ്റും ഉണ്ട്. ആ മൂലയിൽ കാണുന്നതാണ് ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിൻ്റെ റിസപ്ഷൻ. ഇതാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോം. 2 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. 3 ട്രാക്കും ഉണ്ട്. 2 ഗുഡ്സ് ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നല്ല റാമ്പൊക്കെ ഉണ്ട്. മിക്കവാറും കർണാടകത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ കണ്ടതിലെല്ലാം റാമ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ്. അതപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനായിട്ട് റാമ്പ് ഉൾപ്പെടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ല ഒരു 1.5 ആൾ പൊക്കത്തിൽ ഇങ്ങനെ ഫെൻസിങ് വെച്ചേക്കുകയാണ്. അത് കാരണം നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നല്ല മലനിരകൾ, ആ പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിലായിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. അത് കാടാന്ന് തോന്നുന്നു. ഇവിടെ നാള് മാസമൊന്നുമില്ല. ഇവിടെ എല്ലാം കാടാണ്. അതൊക്കെ വെള്ളം കയറി പടപ്പുണ്ട്. ഇവിടെ തടാകം കണക്ക്. അപ്പോൾ ആ റാമ്പിലൂടെ നടന്ന് ആ ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ കടന്ന് ഞങ്ങൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയിരിക്കുകയാണ്. അത് 2 പ്ലാറ്റ്ഫോം മാത്രമേ ഇവിടെ ഉള്ളൂ. ഇതൊരു ഗുഡ്സ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചരക്ക് തീവണ്ടികളാണ് വരുന്നത്. ഗുഡ്സ് ട്രെയിനാണ് കൂടുതലും കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ 2 ഗുഡ്സ് ട്രെയിനുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു തുരങ്കമാണ്. ആ കാണുന്ന മല തുരന്നിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. ഇത് കഴിഞ്ഞാലും ഒരു മല തുരന്നിട്ടാണ് പോകുന്നത്. 2 തുരങ്കങ്ങളുടെ ഇടയിലുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ സന്ദർശനമൊക്കെ പൂർത്തിയാക്കിയിട്ട് ഞങ്ങൾ റിട്ടയറിംഗ് റൂമിലോട്ട് പോവുകയാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയറിംഗ് റൂമുള്ളത്. റിട്ടയറിംഗ് റൂമൊക്കെ ഈ സ്ഥലത്തൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ. ഇതാണ് കിഴക്ക് ഭാഗം. സൂര്യൻ ഇപ്പം പുറത്തോട്ട് കാണുന്നതേ ഉള്ളൂ. അങ്ങോട്ടാണ് റിട്ടയറിംഗ് റൂമുള്ളത്. 2 റിട്ടയറിംഗ് റൂമാണുള്ളത്. 2 ഡബിൾ റൂം AC ആണുള്ളത്. ഇത് ഓൺലൈനായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാം. ഇതാണ് ഫസ്റ്റ് റിട്ടയറിംഗ് റൂം. ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കയറി നോക്കാം. ഇതാണ് റൂം. ബെഡൊക്കെ അത്യാവശ്യം വലുതാണ്. AC ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. ഒരു ഫാനുണ്ട്. അത് വലിയ സ്പീഡിലൊന്നുമല്ല കറങ്ങുന്നത്. എന്നാൽ ഇവിടെ ഹോട്ടലൊക്കെ 7 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ നമ്മൾ പാതിരാത്രിക്ക് വന്നിട്ട് ഹോട്ടലൊക്കെ കിടക്കേണ്ട കാര്യമില്ല. ഇത് നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്. ഞാൻ ബാത്റൂമും കൂടെ ഒന്ന് കയറി നോക്കിയേക്കാം. ഇത് ബാത്റൂം. യൂറോപ്യൻ ക്ലോസറ്റൊക്കെയാണ്. ചൂടുവെള്ളമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങൾ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യം വന്നില്ല. ഇവിടെ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂടുവെള്ളം ആവശ്യം വന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാർവാർ റെയിൽവേ സ്റ്റേഷനിലെ റിട്ടയറിംഗ് റൂമിൻ്റെ വിശേഷങ്ങൾ.